കേടെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. കേടെറ്റിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വിവരങ്ങൾ അറിയാതെ എക്സാം ഹാളിൽ പോയാൽ ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾക്കും സംഭവിക്കാം. ബി.എഡ് പഠിക്കുമ്പോൾ എനിക്ക് കേടെറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ വെച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. 4 കാറ്റഗറിയിലായിട്ടാണ് കേടെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കേടെറ്റ് കാറ്റഗറി 1, 2, 3, 4. ഇതിൽ ബി.എഡ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കേടെറ്റ് 2 ആൻഡ് 3 കാറ്റഗറികളാണ്. കേടെറ്റ് 2 ആൻഡ് 3 കാറ്റഗറികളെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിൽ കൂടുതലായും പറയുന്നത്. ഒരു UP ടീച്ചർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കേടെറ്റ് 2 ആണ് നിങ്ങൾ പാസ്സാവേണ്ടത്. ഹൈസ്കൂൾ ടീച്ചർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കേടെറ്റ് 3 ആണ് പാസ്സാവേണ്ടത്. കേടെറ്റ് കാറ്റഗറി 2, 3 എന്നിവ 150 മാർക്കിനാണ് ടോട്ടൽ സ്കോർ ഉള്ളത്. 3 ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ 3 പാർട്ടുകളായിട്ടാണ് കാറ്റഗറി 2 ഉള്ളത്. 3 ബുക്ക്ലെറ്റുകളാണ് എക്സാം ഹാളിൽ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത്. ഇതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൽ പാർട്ട് 1-ൽ വരുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ് എന്നീ ഭാഗങ്ങളാണ്. 90 മാർക്കിനാണ് ഈ പാർട്ട് 1 വരുന്നത്. ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്നുള്ള ഭാഗം 30 മാർക്കിനാണ് വരുന്നത്. ഈ 30 മാർക്ക് കേടെറ്റ് കാറ്റഗറി 2 അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ട 30 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സോഷ്യൽ സയൻസ് മാത്രം 60 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി മാത്തമാറ്റിക്സ് 30 മാർക്കിനും അതുപോലെ ജനറൽ സയൻസ് 30 മാർക്കിനുമാണുള്ളത്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്നുള്ള ഭാഗം ചൂസ് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ സ്കോർ പാർട്ട് 1-ൽ 90 മാർക്സ് ആയിട്ട് മാറുന്നത്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയുടെ 30 മാർക്കും പിന്നെ മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസിൻ്റെ 30 മാർക്കും, അല്ലെങ്കിൽ 30 60 മാർക്ക്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ 60 മാർക്കും കൂടി 90 മാർക്കാണ് നിങ്ങൾക്ക് കാറ്റഗറി 2-ലെ പേപ്പർ 1-ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ചില ആൾക്കാരുണ്ടാവും മാത്സിൽ ഒരു 30 മാർക്സ് അറ്റൻഡ് ചെയ്ത് പിന്നെ സോഷ്യൽ സയൻസിൽ ഒരു 30 മാർക്സ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. മാത്തമാറ്റിക്സിൽ 30 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ ജനറൽ സയൻസിൽ 30 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അടുത്ത ഓപ്ഷനാണ് സോഷ്യൽ സയൻസിലെ 60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ടോട്ടൽ മാർക്ക് പാർട്ട് 1-ൽ 90 മാർക്കാണ് വരുന്നത്. ഇനി പാർട്ട് 2 അടുത്ത ബുക്ക്ലെറ്റായിട്ടാണ് വരുന്നത്. പാർട്ട് 2 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അല്ലെങ്കിൽ അടുത്ത ബുക്ക്ലെറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ലാംഗ്വേജ് ആണ് വരുന്നത്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ഓപ്ഷൻസൊക്കെ ഉണ്ട്. കൂടുതലായും കേടെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് മലയാളവും ഇംഗ്ലീഷുമാണ്. അപ്പോൾ അതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എഴുതാൻ കഴിയുമോ? ഇല്ല. നമ്മൾ കേടെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് 1 എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തത് അത് മാത്രമാണ് അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ കേടെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് 1 എന്നുള്ള ഭാഗത്ത് മലയാളമാണ് കൊടുത്തത് എങ്കിൽ നമ്മുടെ ബുക്ക്ലെറ്റിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത് മാറി ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി പാർട്ട് 3-ലേക്ക് വരുമ്പോൾ പാർട്ട് 3 ഇതുപോലെ ലാംഗ്വേജ് തന്നെയാണ് വരുന്നത്. അതിലും മലയാളം, ഇംഗ്ലീഷ് എന്നീ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ബുക്ക്ലെറ്റിൽ തന്നെ 30 ക്വസ്റ്റ്യൻസ് മലയാളത്തിനും 30 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിനും വരുന്നുണ്ട്. 30 മാർക്കാണ് ടോട്ടൽ സ്കോർ. ഇതിലും നിങ്ങൾ കേടെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതാണ് ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെ കൊടുക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ കേടെറ്റ് കൊടുക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാർട്ട് 2-ന് വേണ്ടി മലയാളമാണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ പാർട്ട് 3-ക്ക് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷാണ് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളവും 30 മാർക്കിനുണ്ടാവും, ഇംഗ്ലീഷും 30 മാർക്കിനുണ്ടാവും. അവിടെ ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ
ആൻസർ ചെയ്താൽ മതി. ഇവിടെയാണ് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുള്ളത്. അവർ ഇംഗ്ലീഷും മലയാളവും മാറി ചൂസ് ചെയ്യും, മറന്നുപോകും. ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ കേട്ടിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് 1 ആയിട്ട് കൊടുത്തതെന്നും ലാംഗ്വേജ് 2 ആയിട്ട് കൊടുത്തതെന്നും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വരാറുള്ളത്. അങ്ങനെ കാറ്റഗറി 2-ൽ പാർട്ട് 1-ൽ 90 മാർക്ക്, പാർട്ട് 2-ൽ 30 മാർക്ക്, പാർട്ട് 3-ൽ 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 150 മാർക്കാണുള്ളത്. ഇനി കേട്ടറ്റ് കാറ്റഗറി 3-ലേക്ക് വരുമ്പോൾ കേട്ടറ്റ് കാറ്റഗറി 3-ലും 3 പാർട്ടാണുള്ളത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് അഡോളസെൻറ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് എന്നീ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ആ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഇനി പാർട്ട് 2-ലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് ആണ് വരുന്നത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളൊക്കെ നിങ്ങൾക്ക് കേട്ടറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഏത് ലാംഗ്വേജാണ് നിങ്ങൾ കേട്ടറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്തത്, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബുക്ക്ലെറ്റിൽ തന്നെ ഇംഗ്ലീഷും മലയാളവും ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ഏതാണ് ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി പാർട്ട് 3-ലേക്ക് വരുമ്പോൾ പാർട്ട് 3 എന്ന് പറയുന്നത് നിങ്ങളുടെ കോർ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫിസിക്കൽ സയൻസ് ആണോ, നാച്ചുറൽ സയൻസ് ആണോ, മാത്തമാറ്റിക്സ് ആണോ, ഇംഗ്ലീഷ് ആണോ, ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 80 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്നും വരിക. അപ്പോൾ പാർട്ട് 3-ൽ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 80 മാർക്സ് ആണ്. അങ്ങനെ കാറ്റഗറി 3-ൽ പാർട്ട് 1-ൽ 40 മാർക്സ്, പാർട്ട് 2-ൽ 30 മാർക്സ് ആൻഡ് പാർട്ട് 3-ൽ 80 മാർക്സ്, അങ്ങനെ 150 മാർക്കാണ് കാറ്റഗറി 3-ലും ടോട്ടലായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ എല്ലാവർക്കുമുള്ള സംശയമാണ് എത്ര മാർക്ക് ലഭിച്ചാലാണ് കേട്ടറ്റ് പാസ്സാവാൻ പറ്റുക എന്നുള്ളത്. നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ 150 മാർക്കിൻ്റെ 60%, അതായത് 90 മാർക്കാണ് കേട്ടറ്റ് പാസ്സാവാൻ വേണ്ടത്. നിങ്ങൾ OBC, SC, ST കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ 150 മാർക്കിൻ്റെ 55%, അതായത് 82 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. കേട്ടറ്റ് ജനറൽ പേപ്പറിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.